കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു കുട്ടൂസും മിന്നൂസും താമസിച്ചിരുന്നത്. എല്ലാവർക്കും അവരെ വളരെ ഇഷ്ടമായിരുന്നു. അവരെല്ലാവരെയും സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ കാട്ടിലുള്ള പഴയ അമ്പലം കാണുന്നതിനായി പോയി. ആ സ്ഥലം മനോഹരമായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങൻകുട്ടനെയും മയിലമ്മയെയും കൂട്ടി അവർ കാട്ടിലെ അമ്പലത്തിലേക്ക് പോയി. അതാ അമ്പലം. അവർ അമ്പലത്തിന് മുന്നിലേക്ക് ചെന്നു. അവിടെ വേറെയും കുരങ്ങന്മാരുണ്ടായിരുന്നു. അവർ സുഖമില്ലാത്ത ഒരു കുരങ്ങൻകുട്ടനെ സഹായിച്ചു. പിന്നെ അവരുടെ കയ്യിലെ പഴങ്ങൾ അവർ എല്ലാവർക്കും കൊടുത്തു. മറ്റു കുരങ്ങന്മാരെല്ലാം പഴങ്ങൾ വാങ്ങി കഴിച്ചു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവർ അവിടെ നിൽക്കുമ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. പെട്ടെന്ന് ഒരു വനദേവത അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. വനദേവത അവരുടെ കരുണയിൽ വളരെയധികം സന്തുഷ്ടയായിരുന്നു. വനദേവത അവർക്ക് 2 വരങ്ങൾ കൊടുത്തു. ഇഷ്ടമുള്ളതുപോലെ ആ വരങ്ങൾ അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ വരങ്ങളും വാങ്ങി അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർ തിരികെ നടന്നു. മനോഹരമായൊരു കാട്. അങ്ങനെ തിരികെ നടക്കുമ്പോഴാണ് ഒരു മരം വെട്ടുകാരൻ മരം വെട്ടുന്നത് കണ്ടത്. അയാൾ ആ മരങ്ങളെല്ലാം മുറിച്ചു കളയുകയായിരുന്നു. മിന്നൂസേ, നമുക്ക് വനദേവത തന്ന ഒരു വര ഇവിടെ ഉപയോഗിച്ചാലോ? വനത്തെ രക്ഷിക്കാമല്ലോ. അത് ശരിയാ. ഈ വനം മുഴുവൻ ഞാൻ മുറിക്കും. പെട്ടെന്ന് കുട്ടൂസ് കൈവീശിയപ്പോൾ മുറിഞ്ഞുപോയ മരങ്ങളെല്ലാം വീണ്ടും വളരാൻ തുടങ്ങി. അതുകൊണ്ട് പേടിച്ച് മരം വെട്ടുകാരൻ ഓടിപ്പോയി. അപ്പോൾ മറ്റു മൃഗങ്ങളെല്ലാം വന്ന് അവരോട് നന്ദി പറഞ്ഞു. അത്ര നല്ലൊരു കാര്യമായിരുന്നുവല്ലോ അവർ ചെയ്തത്. പിന്നെ അവർ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരപ്പൂപ്പൻ സുഖമില്ലാതിരിക്കുന്നത് കണ്ടു. അവർ ചോദിച്ചു, എനിക്ക് തീരെ സുഖമില്ല മോനെ, അതാ തീരെ വയ്യ. അപ്പോഴാണ് അടുത്ത വരത്തെക്കുറിച്ച് കുട്ടൂസിന് ഓർമ്മ വന്നത്. അവൻ കൈവീശിയപ്പോൾ അപ്പൂപ്പൻ്റെ രോഗമെല്ലാം മാറി. അങ്ങനെ വീട്ടിൽ വന്ന് അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ കുട്ടൂസ് സുന്ദരമായൊരു സ്വപ്നം കണ്ടു. ഒരു വനദേവത അവനോട് പറഞ്ഞു, കുട്ടൂസേ, ഞാൻ നൽകിയ 2 വരങ്ങളും നീ മറ്റുള്ളവർക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. നിനക്കായി ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടൂസ് ഉറങ്ങി. നേരം വെളുത്തു. സൂര്യൻ ഉദിച്ചു. കുട്ടൂസ് പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ പുറത്തിറങ്ങി അവൻ അത്ഭുതപ്പെട്ടുപോയി. ചുറ്റുപാടാകെ മാറിയിരിക്കുന്നു. വലിയ ഭംഗിയുള്ള ഒരു വീട്, മനോഹരമായ ചുറ്റുപാടുകൾ, മുറ്റത്താണെങ്കിലോ നല്ലൊരു പൂന്തോട്ടം. അപ്പോഴാണ് കുട്ടൂസിന് തലേ ദിവസത്തെ സ്വപ്നം ഓർമ്മ വന്നത്. ഇതെല്ലാം വനദേവതയുടെ സമ്മാനമാണ്. പിന്നെ അവരെല്ലാവരും ഏറെക്കാലം സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. കുട്ടൂസ് ഇപ്പോഴും പഴയ സ്ഥലത്ത് പോകാറുണ്ട്, ആ അമ്പലത്തിൽ കുരങ്ങന്മാർക്ക് പഴങ്ങൾ കൊടുക്കാൻ.